ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഈ ഡ്രസ്സ് എന്തെങ്ങനെ കിടക്കുന്നതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നല്ലേ? ഒന്നും വൃത്തിയില്ലായിട്ടല്ല കേട്ടോ, മടക്കി വെക്കാൻ സമയമില്ലായിട്ടാ. എക്സാം കാര്യങ്ങൾ ചെറുത്, പിന്നെ ഈ ഫോണിൽ എഡിറ്റിങ് തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നേരം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും മെസ്സായി കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏച്ചിൻ്റെ മോളും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഓരോ കളികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കളിച്ചുകൊണ്ട് ഇതൊക്കെ ആക്കുമ്പോൾ ഒരു സുഖമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാണ്. അങ്ങനെ കളിച്ച് വൃത്തിയാക്കലൊക്കെ നടക്കുമ്പോഴാണ് ഏച്ചിയും മോളും വന്നത്. അപ്പോൾ ഏച്ചിയും മോളും വന്നതിൻ്റെ സ്കൂൾ പൂട്ടിയതല്ലേ, അപ്പം അവർ കൂടാൻ വന്നതാണ്. അപ്പോൾ അവരുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോളെ പഴയ കുറേ ഡ്രസ്സുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഓളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയം കൊണ്ട് മറ്റേ റൂമിലൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ഇത് മോൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന് അമൃതം പൊടിയാണ് കുറുക്ക് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോന്നാണ്, മുത്താറി, കുന്നമ്പാഴ അങ്ങനെയൊക്കെയാണ്. കുട്ടികൾക്ക് ഇതേപറ്റി ഏതെങ്കിലും കുറുക്ക് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി എടുക്കുകയാണ്. ഇന്ന് ജിനയുടെ ചായക്ക് പൊറാട്ടയും ചിക്കൻ കറിയും കൊണ്ടുവന്നേ. ഈച്ചി മക്കളുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് കഴിക്കുമ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് കൂടിയാണ്, പാറു എന്നാ പേര്. അപ്പോൾ അവളോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങൾ ഇരിക്കുന്ന ഏരിയ ആണ്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ചായ കുടിക്കാറ് ഏച്ചിയൊക്കെ വരുമ്പോൾ. അപ്പോൾ ഏച്ചിക്കും കുറേ കഥകളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരുന്നിട്ട് പറയാറ്. ജിനേട്ടനും സംഘമുള്ളതുകൊണ്ട് സംഘമൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് വർത്താനം പറയുന്ന കുറച്ച് ഭാഗങ്ങളാണിത്. വന്നിരുന്നാൽ പിന്നെ കുറേ പൊട്ടിച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു നിമിഷങ്ങളൊക്കെ ആട്ടോ അത്. അങ്ങനെ എല്ലാവരും കൂടി കൊലായിലിരുന്ന് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളെ കലോത്സംഗം അവിടെ എത്തിയത്. അപ്പം ഈ കലോത്സംഗമൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കാനും അപ്പം അച്ഛനടുത്ത് പൈസ ഇങ്ങനെ കൊടുക്കാനില്ലായിട്ട് വാതിലടച്ച കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാലും 1-2 ആൾക്കാരെ ഇങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ വേഷമൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈം. അങ്ങനെ ഇതൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേൾക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.